ആകാശവാണി. നമസ്കാരം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന സ്പോട്ട് ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. വനവും വന്യജീവികളും ഭൂമിയുടെ സുസ്ഥിര നിലനിൽപ്പിനും വികാസത്തിനും ആവശ്യമാണ് എന്നതിന്റെ പ്രാധാന്യത്തിൽ നിന്നാണ് വനം വന്യജീവി സംരക്ഷണ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. ജനസാന്ദ്രതയും മാനുഷിക പ്രവർത്തനങ്ങൾ കൂടുന്നതുവഴിയും ഇന്ന് പലയിടങ്ങളിലും മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മനുഷ്യർക്കും വന്യജീവികൾക്കും കോട്ടം തട്ടാത്ത വിധത്തിൽ വനസംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഈ വിഷയത്തിലെ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സംസ്ഥാന വനംവകുപ്പിലെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് വിഭാഗം കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശ്രീ DK വിനോദ് കുമാർ ആണ്. ഒപ്പം ഞാൻ സുനീഷ് വിതുര. ശ്രീ DK വിനോദ് കുമാർ, താങ്കൾക്ക് സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ചോദിക്കട്ടെ, വനസംരക്ഷണ പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിലാണല്ലോ കേരളത്തിൽ നടപ്പിലാക്കുന്നത്. അതേസമയം പലയിടങ്ങളിലും മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കാമോ? ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണത്തിന് ഊന്നൽ നൽകിയുള്ള വനപരിപാലനം തുടങ്ങുന്നത് 1972 വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വരുന്നതോടെയാണ്. ഈ നിയമത്തിൽ ദേശീയ ഉദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ എന്ന 2 തരത്തിലുള്ള പ്രൊട്ടക്റ്റഡ് ഏരിയ ഉണ്ടാക്കുന്നതിന് നിഷ്കർഷിച്ചിരിക്കുന്നു. പിന്നീട് വന്ന അമെൻമെൻറ്റിലാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ, കൺസർവേഷൻ റിസർവുകൾ എന്നീ 2 കാറ്റഗറികൾ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടത്. കേരളത്തിൽ 5 ദേശീയ ഉദ്യാനങ്ങളും 18 വന്യജീവി സങ്കേതങ്ങളും 1 കമ്മ്യൂണിറ്റി റിസർവും നിലവിലുണ്ട്. നിലമ്പൂരിലെ കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ട പ്രൊട്ടക്റ്റഡ് ഏരിയ. ഏകദേശം 3213 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ഈ പ്രൊട്ടക്റ്റഡ് ഏരിയ നെറ്റ്വർക്കുകൾ കേരളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. സംസ്ഥാനത്തിൻ്റെ 8.26% വിസ്തൃതി പ്രൊട്ടക്റ്റഡ് ഏരിയ നെറ്റ്വർക്കുകളാൽ കവർ ചെയ്യപ്പെടുന്നു. വന്യജീവി സംരക്ഷണത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള 2 ഘടകങ്ങളാണ് ഹാബിറ്റാറ്റ് മാനേജ്മെൻറ്റ്, 2 പ്രൊട്ടക്ഷൻ. ഹാബിറ്റാറ്റ് മാനേജ്മെൻറ്റിൽ വന്യജീവികൾക്ക് അത്യന്താപേക്ഷിതമായ 3 ഘടകങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. ഭക്ഷണം, വെള്ളം, ശത്രുക്കളിൽ നിന്നും മറഞ്ഞിരിക്കാനുള്ള ഒരിടം, അതായത് കവർ. ഇവയാണ് ഈ 3 ഘടകങ്ങൾ. വേനൽക്കാലത്ത് ആവശ്യത്തിന് വെള്ളം ലഭ്യമാക്കുന്നതിന് ജലാശയങ്ങളുടെ പരിപാലനം ആവശ്യമാണ്. അടിഞ്ഞു വരുന്ന മണ്ണും ചെളിയും എടുത്തു മാറ്റുക, അധിനിവേശ സസ്യങ്ങൾ അവയുടെ നിർമ്മാർജ്ജനം, കളകൾ പറിച്ചു കളയുക, നീരുറവകളുടെ ഒഴുക്കിൻ്റെ വേഗത കുറച്ച് കൂടുതൽ സമയത്തേക്ക് ജലലഭ്യത ഉറപ്പാക്കുക, പുതിയ ജലാശയങ്ങൾ ആവശ്യമെങ്കിൽ ഉണ്ടാക്കുക, വെള്ളം പാടെ വറ്റിയ സാഹചര്യങ്ങളിൽ പുറത്തുനിന്നും വെള്ളം എത്തിക്കുക എന്നീ പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെടും. ഭക്ഷണ ലഭ്യതയ്ക്ക് പുൽമേടുകളുടെ പരിപാലനം ഏറ്റവും പ്രാധാന്യമേറിയതാണ്. വയലുകൾ, തുറസായ പുൽമേടുകൾ എന്നിവ കളകൾ നിറഞ്ഞ് ഉപയോഗശൂന്യമാകാനുള്ള സാധ്യത ഏറെയാണ്. എല്ലാ വർഷവും പുൽമേടുകളുടെയും അതുപോലെ വയലുകളിലും വളർന്നു വരുന്ന കളകൾ നീക്കം ചെയ്യുന്നത് ആവശ്യമാണ്. ഇതുകൂടാതെ ഇളം പുല്ലുകൾ ലഭ്യമാകേണ്ടതും ആവശ്യമാണ്. മൂത്ത പുല്ലിൽ സിലിക്കയുടെ അംശം അധികമായതിനാൽ ഇവ ഭക്ഷിച്ചാൽ ഭക്ഷിക്കുന്ന ജീവിയുടെ പല്ലുകളുടെ തേയ്മാനം അധികമാവുന്നതിനാൽ വന്യമൃഗങ്ങൾക്ക് ഇത് ഭക്ഷണ യോഗ്യമല്ലാതാവുന്നു. ആയതിനാൽ മൂത്ത പുല്ലുകൾ വെട്ടിയോ നിയന്ത്രിതമായി കത്തിച്ചോ ഒഴിവാക്കേണ്ടതാണ്. ഇങ്ങനെ ഒഴിവാക്കിയ സ്ഥലങ്ങളിൽ ഇളം പുല്ലിന് വളരാൻ വഴിയൊരുങ്ങുന്നു. അനിയന്ത്രിതമായ കാട്ടുതീയിൽ നിന്നും വനത്തെ സംരക്ഷിക്കുക എന്നുള്ളത് മറ്റൊരു പ്രധാന കർമ്മമാണ്. വേട്ടയാടപ്പെടുന്നതിൽ നിന്നും സംരക്ഷിക്കുക എന്നതുമാണ് മറ്റൊരു പ്രധാന ദൗത്യം. അതിനായി പ്രൊട്ടക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നു. ആൻറ്റി പോച്ചിങ് ക്യാമ്പുകൾ, സ്ഥിരമായുള്ള പെരാമ്പുലേഷൻ, ചെക്ക് പോസ്റ്റുകൾ എന്നിവ ഇതിൻ്റെ ഭാഗമായി വരുന്നു. ഇപ്രകാരമുള്ള പല കർത്തവ്യങ്ങളും വന്യജീവി സംരക്ഷണത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നടപ്പിലാക്കി വരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ ഈ മേഖലയിൽ വേട്ടയാടൽ, കാട്ടുതീ എന്നിവയെല്ലാം വളരെ പ്രധാനപ്പെട്ടവയാണ്. അപ്പോൾ
വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് വനം വകുപ്പ് നേരിടുന്നത്? വന്യജീവി സംരക്ഷണത്തിൽ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നമായി തീർന്നിട്ടുള്ളത് മനുഷ്യ വന്യജീവി സംഘർഷമാണ്. ഈ സംഘർഷം വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി തീരുന്നു. ഇത് വന്യജീവികൾക്കും ഭീഷണി ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, വന്യജീവി സംഘർഷം മൂലം ജീവഹാനി സംഭവിച്ചിട്ടുള്ള കേസുകളിൽ 75% പാമ്പുകടിയേറ്റിട്ടുള്ളതാണ്. കാടുമായി ഒരു ബന്ധവുമില്ലാത്ത സ്ഥലങ്ങളിലാണ് ഇവയേറെ. എന്നാൽ പുറത്തു വരുന്ന വാർത്തകളിൽ ആനയും കടുവയും പുലിയും കാട്ടുപോത്തുമാണ് പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടുത്തുന്നത്. ഇതുമൂലം വനത്തിനോടും വന്യമൃഗങ്ങളോടും പ്രതികാര മനോഭാവം ഉടലെടുക്കുന്നുണ്ട്. കുടുക്കിൽപ്പെട്ടും പടക്കം കടിച്ചും കെണിയിൽ വീണും വിഷം കഴിച്ചും കടുവകളടക്കം ആനകളും അടക്കം വംശനാശ ഭീഷണി നേരിടുന്ന അമൂല്യമായ പല ജീവജാലങ്ങളും നമുക്ക് നഷ്ടപ്പെടാനിടയാവുന്നു. ആയതിനാൽ തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുക എന്നുള്ളത് വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വന്യജീവി സംരക്ഷണത്തിൽ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നമായി തീർന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളാണല്ലോ. അത് ലഘൂകരിക്കുന്നതിന് എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാനായി സത്വര നടപടികൾ വനം വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനായിട്ട് 10 മിഷനുകൾ ആരംഭിച്ചു. മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ, മിഷൻ സോളാർ ഫെൻസിംഗ്, മിഷൻ സർപ്പ, മിഷൻ വൈൽഡ് പിഗ്, മിഷൻ ബോണറ്റ് മക്കാക്ക്, മിഷൻ പ്രൈമറി റെസ്പോൺസ് ടീം, മിഷൻ റിയൽ ടൈം മോണിറ്ററിംഗ്, മിഷൻ ട്രൈബൽ നോളജ്, മിഷൻ സെൻസിറ്റൈസേഷൻ ടു പബ്ലിക്, മിഷൻ നോളജ് എന്നിങ്ങനെ 10 മിഷനുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഓരോ മിഷനും ഒരു തലവനും ആ മിഷനിലേക്ക് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടീമും സജ്ജമാണ്. ഈ മിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രവൃത്തികൾ വിജയകരമായി പൂർത്തിയാക്കുന്നതിലൂടെ സംഘർഷം വലിയ പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. കാലിക പ്രാധാന്യമുള്ള പല കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വകുപ്പുകളുടെ സഹായവും സഹകരണവും എല്ലാ മിഷനുകളിലും ഉറപ്പാക്കുന്നതിന് വേണ്ടി കോർഡിനേഷൻ കമ്മിറ്റികൾ പല തലങ്ങളിലും രൂപീകരിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ, ലോക്കൽ ലെവൽ, ഇങ്ങനെ 3 തരത്തിലായിട്ട് കോർഡിനേഷൻ കമ്മിറ്റികൾ രൂപീകരിക്കുകയും പ്രവർത്തിച്ചും വരുന്നു. അതുപോലെ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ പാമ്പ് കടിയേറ്റ് ധാരാളം പേർക്ക് ജീവഹാനി സംഭവിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് അടുത്ത ചോദ്യം. അതായത് ഈ സർപ്പ ആപ്ലിക്കേഷനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ പാമ്പുകടിയേറ്റ് മരണപ്പെടുന്നത് ഇന്ത്യയിലാണ്. കഴിഞ്ഞ 10 വർഷത്തെ മനുഷ്യ വന്യജീവി സംഘർഷം മൂലം മരണമടഞ്ഞവരുടെ കണക്കുകൾ പരിശോധിച്ചാൽ ഇതിൽ 75% പാമ്പുകടിയേറ്റ് മരിച്ചവരാണ്. ഈ പ്രശ്നം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് സർപ്പ പ്രോഗ്രാം ആരംഭിക്കുന്നത്. സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്ലിക്കേഷൻ എന്നതാണ് സർപ്പ. എല്ലാ ജില്ലയിലും വോളണ്ടിയർമാരുടെ ഒരു ശൃംഖല സൃഷ്ടിച്ചു. ഈ വോളണ്ടിയർമാർക്ക് പരിശീലനം നൽകി പാമ്പുകളെ പിടികൂടുന്നതിനും തിരിച്ചുവിടുന്നതിനും. പരിശീലനം ലഭിച്ച വോളണ്ടിയർമാർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ഇവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത്. ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ജില്ലാ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി. ഇതിനൊരു സ്റ്റേറ്റ് ലെവൽ കോർഡിനേറ്ററിനെ നിയമിച്ചു. ആപ്പ് ലോഞ്ചായ ശേഷം ജനവാസ മേഖലകളിൽ പാമ്പുകളെ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിവരം വിളിച്ചു പറയുന്നതിന് ഒരു ഡെഡിക്കേറ്റഡ് നമ്പറും ഉണ്ടാക്കി. പാമ്പിനെ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ സർപ്പ വോളണ്ടിയർമാർക്ക് തത്സമയം തന്നെ നൽകാൻ സാധിക്കുന്നു. ഏറ്റവും അടുത്തുള്ള സർപ്പ വോളണ്ടിയർ പാമ്പിനെ കണ്ടെത്തി അവയെ പിടികൂടി തിരിച്ച് ആവാസ വ്യവസ്ഥയിലേക്ക് വിടുന്നത് വരെയുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യപ്പെടുന്നു. ഇതുമൂലം പാമ്പുകടി ഏൽക്കാനുള്ള സാധ്യത കുറയ്ക്കാൻ സാധിച്ചു. ഒരു വർഷം 20,000-ലധികം പാമ്പുകളെ വോളണ്ടിയർമാർ പിടികൂടി തിരിച്ച് ആവാസ വ്യവസ്ഥയിലേക്ക് വിടുന്നു. ഇൻ കേസ് പാമ്പുകടി ഏൽക്കുകയാണെങ്കിൽ ശരിയായ ട്രീറ്റ്മെന്റ് ലഭ്യമാക്കുന്നതിന് വേണ്ടി ആന്റിവെനം അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രികളുടെ ലിസ്റ്റും ഈ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ഡോക്ടർമാരുടെ ഒരു ഗ്രൂപ്പും ഇതിന്റെ ഭാഗമായി ക്രിയേറ്റ് ചെയ്തു. കടിച്ച പാമ്പ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് ഹെർപ്പറ്റോളജിയിൽ പരിജ്ഞാനമുള്ള എക്സ്പേർട്സിന്റെ ഹെൽപ്പും ഈ ഗ്രൂപ്പുകളിൽ ലഭ്യമാക്കി. തെറ്റായ ട്രീറ്റ്മെന്റോ ഡിലേഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റോ ആണ് പാമ്പുകടി ഏറ്റ കേസുകളിൽ മരണത്തിന് കാരണമാവുന്നത്. ഈ പ്രശ്ന പരിഹാരവും സർപ്പ ആപ്പിലൂടെ ഒരു പരിധിവരെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 3 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് പാമ്പുകടി മൂലമുള്ള മരണം 1/3 കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ
ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വോളണ്ടിയർ പ്രോഗ്രാമാണ് സർപ്പ ആപ്ലിക്കേഷൻ. താങ്കൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവസാനത്തെ ചോദ്യവും. അതായത് വളരെ സാധാരണക്കാരായ ജനങ്ങൾ, പുല്ലരിയാൻ പോകുന്നവരും അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികളും ഒക്കെ പാമ്പുകളെ കണ്ടുമുട്ടാൻ സാധ്യത കൂടുതലാണല്ലോ. അപ്പോൾ പാമ്പ് കടി മൂലമുള്ള മനുഷ്യ ജീവഹാനി കുറയ്ക്കാൻ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പാമ്പുകടി മൂലമുള്ള മരണം 1/3 കുറയ്ക്കാൻ സർപ്പ മൂലം സാധിച്ചു. വരും വർഷങ്ങളിൽ പാമ്പുകടി മൂലമുള്ള മരണം ഇല്ലാതാക്കുക എന്നുള്ളതാണ് സർപ്പയുടെ ലക്ഷ്യം. ഇതിന് ജനങ്ങളുടെയും മറ്റ് വകുപ്പുകളുടെയും സഹായ സഹകരണം ആവശ്യമാണ്. കടിയേൽക്കാനുള്ള ചാൻസ് കുറയ്ക്കുക, ഇതാണ് ഒരു വഴി. തൊഴിലുറപ്പ് ജീവനക്കാരും പുല്ലരിയാൻ പോകുന്നവരുമൊക്കെയാണ് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ആളുകൾ. ഇവർക്ക് ഗ്ലൗസ്, ഗംബൂട്ട് തുടങ്ങിയവ നൽകുവാണെങ്കിൽ കടിയേൽക്കുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. ഇനി കടിയേറ്റാൽ കൃത്യസമയത്ത് ശരിയായ ചികിത്സ ലഭ്യമാക്കുകയാണെങ്കിൽ മരണം ഒഴിവാക്കാൻ സാധിക്കും. ഇതിന് ആന്റിവെനം ലഭ്യത ഏറ്റവും അടുത്തുള്ള ആശുപത്രികളിൽ ഉറപ്പാക്കുക എന്നുള്ളതാണ് ആവശ്യം. കേരളത്തില് 4 പാമ്പ് വർഗങ്ങളാണ് മനുഷ്യ ജീവഹാനിക്ക് കാരണമാകുന്നത്. മൂർഖൻ അഥവാ കോബ്ര, വെള്ളിക്കെട്ടൻ അഥവാ ക്രേറ്റ്, അണലി വർഗത്തിൽപ്പെട്ട 2 പാമ്പുകൾ, റസൽസ് വൈപ്പർ അതുപോലെ സോസ്കെയിൽഡ് വൈപ്പർ. ഇവയ്ക്കെല്ലാം കൂടി പോളിവാലന്റ് ആയിട്ടുള്ള ഒരു ആന്റിവനമാണ് ഇപ്പം നമുക്ക് ലഭ്യമാകുന്നത്. കേരളത്തിലെ പാമ്പുകളിൽ നിന്നുമല്ല ഈ ആന്റിവനം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കേരളം സ്പെസിഫിക് ആയിട്ടും ഓരോ സ്പീഷീസ് സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിവനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. വരും വർഷങ്ങളിൽ ഈ സ്ട്രാറ്റജീസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, മറ്റ് ജില്ലാതലത്തിൽ ഇതിന് സഹായകരമാവുന്ന വകുപ്പുകളുടെ സഹായം എല്ലാം എടുത്തുകൊണ്ട് തന്നെ നമ്മൾ സർപ്പയുടെ ആക്ടിവിറ്റീസ് വിപുലീകരിക്കുന്നതായിരിക്കും. അപ്പം വരും വർഷങ്ങളിൽ പാമ്പുകടിയേറ്റുള്ള മരണം കേരളത്തിൽ ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ തുടരുന്നതായിരിക്കും. വന്യജീവി സംരക്ഷണം, മനുഷ്യ വന്യജീവി സംഘർഷം, പ്രത്യേകിച്ചും സർപ്പ ആപ്ലിക്കേഷൻ, ഇവയുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ സമാപിക്കുന്നു. തൻ്റെ വിലയേറിയ അഭിപ്രായങ്ങൾ ആകാശവാണിയോട് പങ്കുവച്ച ശ്രീ DK വിനോദ് കുമാറിന് നന്ദി അറിയിക്കുന്നു. ഏകോപനം മയൂഷ AM.